അടുത്തതായിട്ട് വി കെ വാക്ക് 2 വാക്ക് സംസാരിക്കാനുണ്ട്. അടുത്ത പിന്നെ രാജേഷിന് 2 വാക്ക് സംസാരിക്കാൻ വേദിയിലേക്ക് വിളിക്കുക. ഹലോ, അസ്സലാമലൈക്കും. അപ്പൊ നിങ്ങളൊക്കെ കരുതിക്കും ഞാൻ പാടാൻ കാര്യമാണ്. എനിക്ക് ആ സാധനം അറിയില്ല കേട്ടോ. പാട്ട് അറിയണ എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നതാണ്. അപ്പോ നമ്മളെ ഗസൽ ഗ്രൂപ്പിലെ ചങ്കുകളാണ്. ചങ്കുകൾക്ക് എൻ്റെ 1000 ഹൃദയത്തിൻ്റെ ഉള്ളിൽ നന്ദി കടപ്പാട് അറിയിക്കുന്നു. പറഞ്ഞു വരുമ്പോൾ എന്താ പറയുക, വീവിനോട് ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ പാടിയത് ഇഷ്ടം മനസ്സിലാക്കാം. ആ കാരണം പാടിയാലെന്താ പറയുക, ഇവിടെ വല്ല എരുമാളൊക്കെ കെട്ടിയിട്ടിക്കണേ അവല് നമ്മളിട്ട് കണ്ട് അടിക്കും. അപ്പോൾ ഞാൻ ഈ കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് അടിയുണ്ട് പോണിയിലാറ അല്ലത് അന്തസ്സായിട്ട് എന്താ പറഞ്ഞ അവിടെ അതിന് പാട്ട് അറിയേണ്ട സാഹചര്യം. പാട്ട് അറിയുന്ന സാധനം എനിക്കറിയില്ല. വർത്താൻ എത്ര വേണമെങ്കിൽ ഞാൻ പറയും. ഏറ്റവും നല്ലൊരു കാര്യമാണ്. എൻ്റെ മനസ്സ് പറയാം. ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്. പേര് കൊണ്ട് എനിക്കറിയില്ല. ഞാൻ കുറച്ച് ആൾക്കാരോട് അറിയാം. സെലീന, സീനത്ത്, പിന്നെ സൈഫുദ്ദീൻ, രാജേഷ്, അങ്ങനെ കുറച്ച് ആൾക്കാർ. ആയിഷാത്ത എനിക്ക് നല്ല പൂതിണ്ട് പറയാ. ആ സാക്ഷിത നമ്മളെ ചങ്കളായി. അപ്പോ എന്താ പറഞ്ഞ സൈഫ് എന്താണ് സിനിമ നടനാണ്. നിങ്ങൾക്കറിയോ, ഒരു കലാകാരനാണ്. പെണ്ണുങ്ങളറിയോ ചടി കൊള്ളാൻ വെച്ച മുത്ത ആർക്ക് സൈഫുരാച്ചോ? എനിക്കോ? എനിക്കിതിലിരിക്കണ എല്ലാവരും അറിയിപ്പോ. സാദിക്കാക്ക എൻ്റെ നാട്ടുകാരനാണ്. പിന്നെ ആക്കണ ഒരുത്തി അതുപളിൻ്റെ നാട്ടുകാരത്തിയാണ്. പിന്നെ വേക്കിലെടുത്തില്ലേ പോയാവോ? പോയിട്ടില്ല ഉള്ളു. എന്താ പേര്? ഓളെ പേര് ഞാൻ പറഞ്ഞു. റോസ് ആക്കണോൾ എൻ്റെ നാട്ടുകാരത്തിയാണ്. അതായത് ഞങ്ങൾ ചോക്കാട്, പൂക്കോട്ടുംപാടം ഈ ഭാഗത്തുള്ളവരാണ്. അപ്പൊ പറയല് ചങ്കാള് ഒറ്റ ഒന്നുള്ളൂ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു കമ്മിറ്റി നിങ്ങളിവിടെ രൂപീകരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഏത് ഗസലിൻ്റെ ചെറിയൊരു കമ്മിറ്റി രൂപീകരിക്കും. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചാറ്റ് പാവപ്പെട്ടവർക്ക്. ഞാൻ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിട്ടോ ഒരു വീട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി വീടും ഒന്നുമല്ല, നിത്യരോഗികളുണ്ടാവും. അവർക്കൊരു നേരത്തെ മരുന്ന് നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലുത്. അതുപോലെ ഒന്നും കൂടി പറയാനുണ്ട്. എന്ത്, നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ചെറിയ കുട്ടികളുണ്ടല്ലോ. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കണം കാണുമ്പോൾ നമുക്ക് കൗതുകമാണല്ലോ. അവരിപ്പോൾ ഈ MDM ലഹരി മരുന്നിന് അടിമയാകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മൾ കണ്ട എൻ്റെ അവിടെ നാട്ടിൽ തല്ലുമുടിയൊക്കെ ഉണ്ടായിട്ട് ഞാൻ വാട്സപ്പിൽ നമ്മൾ ഗ്രൂപ്പിലിട്ടതാണ്. അടിച്ച് ഞങ്ങൾ കൂറക്കെട്ട് കേസും കൊണ്ടാൻ വേണ്ടി എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് MDM പറഞ്ഞ ഈ ഡിഗ്രിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികമൊന്നും എനിക്ക് പറയാനല്ല. നിങ്ങൾ നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കുക. അതേമാതിരി ഇതിലൊരു ചെറിയൊരു കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. ഇത്രയും പറയാണ്, നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും, നമസ്കാരം. മുന്നിൽ നീ എത്തിച്ചേർന്നില്ലേ? മൗത്തോളം ഏർപ്പെട്ട ജീവിതം നീയില്ലല്ലോ. പൂമോളല്ലേ ലൈല, നീ എന്റെ കൽബല്ലേ. മജ്നൂവായ ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ?
എത്തിക്കണം നക്ഷത്രത്തോപ്പിൽ തുമിച്ചൊന്നായുറങ്ങണം വെറുതെ പൂമോളല്ലേ ലൈല നീ എന്റെ കൽവല്ലേ മജ്നൂവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. ഹലോ യാ ഹബീബി എന്റെ മുന്നിൽ നീ എത്തിച്ചെന്നില്ലേ മൗത്തോളം വേർപെട്ട ജീവിതം ഇനിയില്ലല്ലോ. മുത്തം നൽകി ഞാനന്നൊരു നാളിൽ അന്നോളം നീ എനിക്കേകിയ സ്നേഹത്തിൻ വേദന തേനെന്നറിഞ്ഞു മിഴിയോരമായി നീ വന്ന രാവിൽ. താങ്ക് യു.
ഷിജു പാലക്കൽ ക്ഷണിച്ചുകൊണ്ടു. അസ്സലാമു അലൈക്കും. അദ്ദേഹത്തെ വളരെയധികം സന്തോഷവും അഭിമാനം തോന്നുന്ന ഒരു ദിവസമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ സ്വാഗത പ്രസംഗം ഇവിടെ പറഞ്ഞ പോലെ സന്തോഷം എന്ന ഒരു വാക്കിന് നമ്മൾ പ്രകൃതി ഒരു വല്ലാത്തൊരു മൂല്യം നൽകുകയാണ്. ഇന്നിവിടെ വന്നപ്പോൾ മുതൽ നമ്മൾ ഒരുപാട് പരിപാടികൾ എന്നുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഈ ഒരു കല്യാണ വീട്ടിൽ വന്നൊരു സുഖം. ആദ്യം തന്നെ ഭക്ഷണം തന്നിട്ടാണ് സ്വീകരിച്ചത്. അപ്പോൾ പിന്നെ കണ്ട മുഖങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെയുള്ള ഒരു സ്വീകരണം, അത് അതിലേറെ അഭിമാനവും സന്തോഷവും തോന്നുകയാണ്. പിന്നെ ഇന്ന് ഓർക്കേണ്ടത് നമ്മുടെ വയനാട്ടിൽ നമ്മളെ വിട്ടുപോയ ഒരുപാട് സ്നേഹം, ഇതുപോലത്തെ കണ്ണുകൾ നമുക്ക് നഷ്ടമായി. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അധ്യക്ഷ സ്ഥാനത്തിലേക്ക് ശ്രമിച്ച ആ ഒരു കർമ്മം, അധ്യക്ഷത എന്ന് പറഞ്ഞാൽ നമ്മുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണുകളാണ്. എൻ്റെ 2 കണ്ണുകളിലേക്ക് നിങ്ങൾ 100 കണ്ണുകൾ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പോൾ അതുപോലെ ഈ ഒരു സംഗീതം എന്ന ഒരു ശില്പത്തിന്, ഒരു സത്യത്തിന് പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു അമൂല്യമായ ഒരു എനർജി, പോസിറ്റീവ് സന്തോഷം, ഒരു താളബോധം. പ്രകൃതിയിൽ നമ്മൾ മഴ പെയ്യുമ്പോൾ എന്തൊരു മഴ എന്ന് പറയുന്നതിന് പകരം ആ എന്തൊരു മഴ എന്നൊരു വാക്ക് മാറ്റി കഴിഞ്ഞാൽ അതിന് നമ്മൾ ആസ്വാദനം എന്ന് പറയും. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും ജനിച്ച് മരിക്കുന്നതിൻ്റെ ഉള്ളിലുള്ള ആ ചുരുങ്ങിയ സമയത്ത് നമ്മൾ ജീവിച്ചു തീർക്കുക, മറ്റുള്ളവർക്ക് തണലാവുക. ഇപ്പോൾ ഈ ഒരു ഗസൽ എന്ന കൂട്ടായ്മ, ആ ഗസൽ എന്ന വാക്കിന് ഒരു താളമുണ്ട് അല്ലേ, ഒരു നൃത്തവും സംഗീതവും ഒന്നിച്ചു വരുന്ന ഒരു ശബ്ദവുമാണ് ഗസൽ എന്ന് പറയുന്നത്. ഗസൽ മ്യൂസിക്കിൻ്റെ പ്രിയപ്പെട്ടവരെ, സദസ്സിലുള്ള എല്ലാവർക്കും അഭിവാദ്യം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം കൂട്ടായ്മകൾ സ്നേഹവും സൗഹാർദ്ദവും, പ്രത്യേകിച്ച് നോ ടെൻഷൻ വെരി എൻജോയ് ചെയ്യുന്നത് നമ്മൾക്കൊരു മുദ്രാവാക്യമാണ്. ടെൻഷൻ തീരെ വേണ്ട, നമ്മൾ ഗ്രൂപ്പ് പറഞ്ഞാൽ മതി. എന്ത് ആപത്തുണ്ടെങ്കിലും കൂടെ ഓടിയെന്ന് കുറേ സുഹൃത്തുക്കൾ പല ഭാഗത്തുണ്ടാവുന്നതാണ് ഭയങ്കര സമ്മതനാണ്. ഫിറോസ് കുന്നംപറമ്പിൽ ഒക്കെ നമ്മളുടെ ചാരിറ്റി കണ്ട് വളർന്ന ആളാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. എൻ്റെ ഫേസ്ബുക്കിൽ കയറി ഞങ്ങൾ കാണാം. വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ ലൈവ് വരുന്നതിനൊക്കെ മുമ്പ് നമ്മളൊക്കെ സഹായാഭ്യാസം പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. നമ്മളെ ഓരോ ചാരിറ്റികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്ര ഇതൊക്കെ തുടങ്ങി വെച്ചത് നമ്മളാണ് കേൾക്കുന്നത്. അത്ര ചെറിയ സംഭവങ്ങൾ മലബാർ ഗോൾഡ് ഫൈസൽ കണക്കുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഈ ലൈവ് ചാരിറ്റി സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ട് തുടങ്ങിയത്. അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെയോ വരുന്ന പല ജില്ലകളിലുള്ള ആളുകൾ വല്ലാത്തൊരു സ്നേഹം, നമ്മളെ കുടുംബത്തിലെ കിട്ടാത്ത സ്നേഹം അവർ ഇറങ്ങിയ കാനകട്ടി കസറും താലിയാക്കി ഇവൾക്ക് കിട്ടി. കണ്ടാൽ മാനന്തർക്കും മാതൃപക്കണ്ടി കവിള തഴകിന്റെ മാറും മിന്നി. പാലത്തിന്റെ മണിമുഴക്കം പാലം തിരിച്ചപ്പോൾ മണിമുഴക്കം പാട്ടിൽ പലയുടെ കടകിടക്കം പാടാൻ കഴിയാത്ത വിമൽ കൊടുക്കും. കണ്ടാൽ മാറും മാതൃമക്കണ്ടി കവിള തഴകിന്റെ മാറും മിന്നി. വേണം തക്ക വേണം തേനുണ്ടോടിക്കുന്ന തേങ്ങി കാരത്തിൽ നടിച്ചിടുന്നു. പാലും പഞ്ചാരയും മനസ്സിലുണ്ട്. പാവം ഇവൾ നാണം നടിച്ചു